തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുന്നു. അണ്ണാമലൈ ബി.ജെ.പി. വിടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹം പോലും ഇപ്പോൾ ശക്തമാവുകയാണ്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ചർച്ചകളും നടന്നിരുന്നു. ബി.ജെ.പി. ടിക്കറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ അവിടെ ശ്രമം നടത്തുകയും എന്നാൽ ബി.ജെ.പി. അവിടെ സീറ്റ് നൽകിയില്ല എന്ന ആരോപണം പോലും ഉയർന്നിരുന്നു. അതേപോലെ ബി.ജെ.പി. എ.ഐ.ഡി.എം.കെ. സഖ്യം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ചില അസ്വാരസ്യങ്ങൾ അവിടെ പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംശയം നിലനിൽക്കുന്നത്. ബി.ജെ.പിയുമായി അദ്ദേഹം ഇടയാനുള്ള പ്രധാന കാരണം ഇതാണ് എന്നും ചില രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട്. അണ്ണാമലൈ ബി.ജെ.പി. വിട്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അതുപോലെ രാഷ്ട്രീയ ഹാൻഡിലുകളിൽ നിന്നും വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. അണ്ണാമലയുടെ അനുയായികൾ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പാർട്ടിയുടെ പേരുകൾ, പതാക രൂപകൽപ്പനകൾ, രാഷ്ട്രീയ ചിഹ്നങ്ങൾ തുടങ്ങിയവ പ്രചരിപ്പിക്കുന്നതിനോടുകൂടി തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്ക് അത് കൂടുതൽ ആക്കം കൂട്ടുന്നതാണ് ചെയ്തിരിക്കുന്നത്. ചില പോസ്റ്റുകളിൽ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അവകാശവാദങ്ങളും ഉയരുന്നുണ്ട്. ഈ അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അടുത്തിടെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 3 ഭാഷാ നയത്തെ അണ്ണാമലൈ തുറന്ന് എതിർത്തുകൊണ്ട് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ബി.ജെ.പിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയ സന്ദേശമായിരുന്നു എന്ന ചർച്ചകൾ പോലുമാണ് ഇപ്പോൾ ഉയരുന്നത്. അതേപോലെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ മത്സരിച്ചിരുന്നില്ല. അത് പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതിനാലല്ല, താൻ സ്വയം ഏറ്റെടുത്ത തീരുമാനമാണ് എന്നതായിരുന്നു വ്യക്തമാക്കിയതും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനേക്കാൾ അവിടെ എൻ.ഡി.എ പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനിച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം പുതിയ പാർട്ടി രൂപീകരണ വാർത്തകൾ ബി.ജെ.പി. നേതൃത്വം അപ്പാടെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അണ്ണാമലൈ പാർട്ടി വിടുമോ എന്ന ഒരു ചോദ്യം, പുതിയ പാർട്ടി ആരംഭിക്കുമോ എന്ന ചോദ്യം പോലും അവിടെ യാതൊരു ഔദ്യോഗിക വിവരങ്ങൾ ഇല്ലാതെ തന്നെയാണ് ബി.ജെ.പി. വൃത്തങ്ങൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരു പ്രധാന പദവി നൽകാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശക്തമായ വ്യക്തിപരമായ ജനപ്രീതി നേടിക്കൊണ്ട് നേതാക്കളിൽ ഒരാളായി തന്നെ അണ്ണാമലയെ കണക്കാക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടിയെ സംബന്ധിച്ചുകൊണ്ടുള്ള അഭ്യൂഹങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകളായി വഴിമാറുകയാണ്. എന്നാൽ ഇതുവരെ അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ബി.ജെ.പി. വിടുന്നതിനെ കുറിച്ചോ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ടി.വിക്ക് ആകട്ടെ ചരിത്ര മുന്നേറ്റം നടത്തുമെന്ന് വോട്ടെണ്ണലിന് മുൻപേ തന്നെ പ്രചരിച്ചിരുന്ന അവിടെ അത്തരത്തിൽ ഒരു പ്രചാരണം അണ്ണാമലൈ അവിടെ നൽകുകയും ഒരു സർപ്രൈസ് വരുന്നുണ്ട് എന്ന് അടുപ്പമുള്ളവരോട് പറയുകയും ചെയ്തിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. മക്കൾ ശക്തി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുവാനും ആ സർപ്രൈസ് എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം. അതേപോലെ തന്നെ CBSE ത്രിഭാഷാ നിയമത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചുള്ള അണ്ണാമലയുടെ പോസ്റ്റും തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി വരുമെന്ന കോൺഗ്രസ് MP കാർത്തി ചിദംബരത്തിന്റെ പ്രതികരണവും അഭ്യൂഹങ്ങൾ വർദ്ധിക്കാൻ കൂടുതൽ കാരണമായിരിക്കുകയാണ്. തുടക്കത്തിൽ സന്നദ്ധ സംഘടനയും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയുമെന്നും സംസാരമുണ്ട്. വിദേശത്ത് നിന്ന് ഇന്നലെ തിരിച്ചെത്തിയ അണ്ണാമലയുടെ മനസ്സിൽ എന്താണ് എന്ന് വിശ്വസ്തർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അതേസമയം പാർട്ടിയും ദേശീയ നേതൃത്വത്തിലും കേന്ദ്ര മന്ത്രിസഭയിലും പുനർസംഘടന അടുത്തിരിക്കെ തന്നെ അണ്ണാമലയുടെ സമ്മർദ്ദ ആ ഒരു തന്ത്രമാണ് അഭ്യൂഹങ്ങൾക്ക് പിന്നിലെന്ന പ്രചരണം പോലും ചില ബി.ജെ.പി. അനുകൂല ഹാൻഡിലുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.